പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അരി അരച്ചത്, അരിക്കകത്ത് നമ്മൾ തേങ്ങ അരയ്ക്കാതെ തന്നെ അവലും ഇച്ചിരി ചോറും മാത്രം അരച്ചുണ്ടാക്കിയ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം മാവ് തന്നെയാണ് അന്ന് ബാക്കി വന്ന മാവാണ് പിറ്റേ ദിവസം ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം, ദോശ പോലെയും ഉണ്ടാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു അന്നുണ്ടാക്കിയ അപ്പത്തിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് ആവി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് അതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നതുണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റാണ് ഇത്. ഈ അപ്പത്തിന് വേറെ വല്ല പേരുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മൾ കിണ്ണത്തപ്പം എന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. കുറച്ച് നാളുകൂടെ കൂടിയിരുന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് കണ്ടിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. നല്ലതായിട്ട് ആറുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് അതിങ്ങനെ നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ ആറുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഇതൊക്കെ ചുരുങ്ങിപ്പോകുമല്ലോ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടാണ് അതൊരു ഇതായത്. എന്നാലും കുഴപ്പമില്ലാതെ രീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്, നല്ലതായിട്ട് പൊന്തി വന്നായിരുന്നു. നമ്മൾ കേക്കിൻ്റെയൊക്കെ ടെക്സ്ചറായിരുന്നു അകത്ത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെയും ഈ ചമ്മന്തിപ്പൊടിയാണ് നല്ലത് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. ആ അപ്പത്തിൻ്റെ കൂടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ഇത് തന്നെ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. എരിവും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ചായ ഉണ്ടായിരുന്നു. ബായ്.